സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. പിണറായി സർക്കാരിന്റെ ഓൺലൈൻ മദ്യവിൽപ്പന നീക്കം പൂർണ്ണമായും പിൻവലിക്കണമെന്ന KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപതാ കമ്മിറ്റി. സർക്കാരിന്റെ മദ്യനയത്തിലെ ഏറ്റവും നിന്ദ്യവും മനുഷ്യത്വരഹിതവുമായ ഭീകരമുഖമാണ് ഈ നീക്കത്തിലൂടെ ഒരിക്കൽ കൂടി മറനീക്കി പുറത്തുവരുന്നതെന്ന് കൊല്ലം രൂപതാ കമ്മിറ്റി ആഞ്ഞടിച്ചു. അതേസമയം സർക്കാർ അങ്ങേയറ്റം ജനദ്രോഹപരമായ മദ്യനയമാണ് സ്വീകരിക്കുന്നതെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ഇടുക്കി രൂപതാ കമ്മിറ്റിയും കുറ്റപ്പെടുത്തി. മലങ്കര സുറിയാനി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പരിശുദ്ധ സഭയുടെ പൈതൃക ഹൃദയവും സമ്പത്തുമാണെന്ന് വൈദിക സെമിനാരി പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത. മുളന്തുരുത്തി വെട്ടിക്കൽ MSOT വൈദിക സെമിനാരിയിൽ ഈ വർഷം പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളുടെ പുതിയ ഓറിയന്റേഷൻ ബാച്ചിന്റെ സ്വീകരണ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മെത്രാപ്പൊലീത്ത. ദൈവവചനത്തിൽ ആഴമായി വിശ്വാസമർപ്പിച്ച് ദൈവിക പദ്ധതിക്കായി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തിന്റെ ഏകപ്രത്യാശയായ ക്രിസ്തുവിൽ നന്മ നിറഞ്ഞതും മെച്ചപ്പെട്ടതുമായ ഒരു ജീവിതത്തിനായി ഒരുങ്ങുവാൻ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആഹ്വാനം ചെയ്തു. വരാപ്പുഴ അതിരൂപത BCC സംഘടിപ്പിച്ച സിംഫോണിയ 2025 കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാപ്പുഴ അതിരൂപതയിലെ 103 ഇടവകകളിൽ നിന്നുള്ള വിധവകളുടെയും വിഭാര്യരുടെയും ഏകസ്ഥരുടെയും സംഗമമാണ് എറണാകുളം പാപ്പാളി ഹാളിൽ വെച്ച് നടത്തപ്പെട്ടത്. BCC ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കോതമംഗലത്ത് പെൺകുട്ടി ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് സീറോ മലബാർ സഭയുടെ നിലപാടെന്ന് സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാബൈലിൽ. കേസ് NIA അന്വേഷിക്കണമെന്ന് പെൺകുട്ടിയുടെ അമ്മയും കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇത്തരം വിഷയങ്ങളെ സഭ നേരത്തെ മുതൽ ഗൗരവമായി കാണുന്നതാണ്. പെൺകുട്ടി യാക്കോബായ സുറിയാനി സഭാംഗമായതിനാൽ യാക്കോബായ സഭയിൽ നിന്നാണ് ശക്തമായ പ്രതികരണം വരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാഷണൽ യൂത്ത് കോൺഫറൻസ് 16, 17 തീയതികളിൽ പാലക്കാട് യുവക്ഷേത്രയിൽ നടക്കും. രാഷ്ട്രീയ മാധ്യമ മേഖലകളിലെ യുവജനങ്ങളുടെ പങ്കാളിത്തവും സാമുദായിക സംഘടനാ പ്രവർത്തനങ്ങളും പഠന വിഷയങ്ങളാകുന്ന കോൺഫറൻസിൽ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. പാനൽ ചർച്ചകൾ, യൂത്ത് അസംബ്ലി, സെമിനാറുകൾ, സംവാദങ്ങൾ എന്നിവ കോൺഫറൻസിന്റെ ഭാഗമായി നടക്കും. ബിഷപ്പുമാരായ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ, മാർ പീറ്റർ കൊച്ചുപുരക്കൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫ് കൊച്ചുപറമ്പിൽ, ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവേൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ, കൺവീനർ ജോയ്സ് മേരി ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ കിഴക്കിന്റെ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു. രാജ്യമെന്ന നിലയിൽ ഭാരതം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതാകണം നമ്മുടെ സ്വപ്നമെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദവും രാജ്യങ്ങൾ ഉയർത്തുന്ന സാമ്പത്തിക വെല്ലുവിളികളും ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യ താൽപര്യത്തിനൊപ്പം നിലകൊള്ളേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഇന്ത്യയുടെ കാവൽ പിതാവായ മാർ തോമസ് സ്ലീഹയിൽ സ്ഥാപിതമായ ഈ ഭാരതീയ സഭ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നും പരിശുദ്ധ കാതോലിക്ക ബാവയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. ബദനി സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രൊവിൻസിന്റെ പുതിയ പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങളെ തെരഞ്ഞെടുത്തു. സിസ്റ്റർ ഡെമിഷ്യൻ SIC പ്രൊവിൻഷ്യൽ സുപ്പീരിയറായും, സിസ്റ്റർ സൗമിനി SIC അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലായും, സിസ്റ്റർ ഉദയ SIC 2ാം കൗൺസിലറായും, സിസ്റ്റർ ജോർജിന SIC 3ാം കൗൺസിലർ സെക്രട്ടറിയായും, സിസ്റ്റർ സുഫല SIC 4ാം കൗൺസിലറായും തെരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റർ ആശിഷ് SIC ആണ് പ്രൊവിൻഷ്യൽ പ്രൊക്യൂറേറ്റർ. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ ടീം അംഗങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ അധ്യക്ഷനുമായ മോർ ആൻഡ് മോർ കർദിനാൾ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക തിരുമേനിയെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. മലങ്കര കാത്തലിക് അസോസിയേഷൻ തിരുവല്ല മേഖലയുടേതായി ഇന്ത്യൻ സൈന്യത്തിലും മറ്റ് പ്രതിരോധ മേഖലയിലെ മലങ്കര സഭാംഗങ്ങളായ സൈനികരെയും പോലീസുകാരെയും ആദരിക്കുന്ന ചടങ്ങ് വീരവന്ദനം 2025 ഓഗസ്റ്റ് 15 തീയതി ഉച്ചയ്ക്ക് 2:30 ശാന്തി നിലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അതിനോടൊപ്പം മാർ തെയോഫിലോസ് വിദ്യാഭ്യാസ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി തിരുവല്ല മേഖലയിൽ നിന്നും 2024-25 വർഷത്തെ 10-12 ക്ലാസുകളിൽ 90-ന് മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തിരുവല്ല DYSP നന്ദകുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. MC പ്രസിഡന്റ് ശ്രീ ബ്രിജു ജോർജ്, മേഖലാ വികാരി ഫാദർ മാത്യു പുന്നക്കുളം, വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യു വാഴയിൽ, ഫാദർ സന്തോഷ് അഴകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.